നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. സമരനായകൻ VS അച്യുതാനന്ദൻ ഇനി ഓർമ്മകളിൽ ജ്വലിക്കുന്ന ചിന്താരകം. ഏറെ വൈകാരികമായാണ് രാഷ്ട്രീയ കേരളം VSന് വിട നൽകിയത്. ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിൽ രാത്രി 9:15 സംസ്കാരം. കോരിച്ചൊരിയുന്ന മഴയത്തും ആയിരങ്ങളാണ് പ്രിയസഖാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്. രണസ്മരണകൾ ഉറങ്ങുന്ന ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ ഒരു അഗ്നിനാളമായി വിപ്ലവ നായകൻ. ഹൃദയങ്ങളിൽ സമരകാലത്തിനിരമ്പലായിരുന്നു. വിറയാർന്ന ചുണ്ടുകളിൽ വിട ചൊല്ലാൻ വിടാത്ത വിങ്ങലായിരുന്നു. തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തിനിടയിലൂടെ ചെമ്പതാക പുതച്ച് ജനനായകനെത്തി. സഖാക്കൾ ചേർന്ന ചെങ്കുടി എടുത്തുമാറ്റി. ശേഷം സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതി. രാത്രി 9:15 മകൻ ഡോക്ടർ VA അരുൺകുമാർ ചിതയ്ക്ക് തീ കൊളുത്തി. ജനപ്രവാഹം അണമുറിയാതെ വന്നതിനാൽ നിശ്ചയിച്ചതിലും 5 മണിക്കൂർ വൈകിയായിരുന്നു സംസ്കാരം. ആർത്തലച്ചു പെയ്യുന്ന മഴയെ പകുത്തുമാറ്റി അന്തരീക്ഷത്തിൽ അവസാന മുദ്രാവാക്യങ്ങൾ ഉയർന്നു. ഒരു കാലഘട്ടം അവസാനിക്കുന്നു. കേരളത്തിന്റെ സമരനായകൻ ഇനി ജ്വലിക്കുന്ന ഓർമ്മ. ആധുനിക കേരളത്തെ ഇക്കാണും വിധം മാറ്റിയെടുത്ത രാഷ്ട്രീയ നേതാക്കളിൽ പ്രധാനിയായിരുന്നു VS അച്യുതാനന്ദൻ. ഇനി VS എന്ന രണ്ടക്ഷരമില്ലാത്ത കേരളം. സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിനും പരിസ്ഥിതി വിഷയങ്ങളിലും അഴിമതി വിരുദ്ധ പോരാട്ടങ്ങൾക്കും VSന്റെ വിയോഗം സൃഷ്ടിക്കുന്ന വിടവ് വലുതാണ്. തലനരക്കുകയല്ല എന്റെ വൃദ്ധത്വം, തലനരക്കാത്തതല്ല എന്റെ യുവത്വവും. കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുനിക്കാത്തതാണ് എന്റെ യൗവനം. നീട്ടിയും കുറുക്കിയുമുള്ള ആ പ്രസംഗശൈലി മലയാളി മനസ്സുകളിൽ അത്രമേൽ പതിഞ്ഞുപോയതാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിനൊപ്പം സഞ്ചരിച്ച VS കൂടി വിടവാങ്ങിയതോടെ CPIMന്റെ സ്ഥാപക നേതാക്കളെല്ലാം തന്നെ മൺമറഞ്ഞു. ജനകീയ സമരങ്ങളിലും മനുഷ്യാവകാശ പ്രശ്നങ്ങളിലും സജീവമായി ഇടപെട്ടിരുന്ന VSന്റെ അസാന്നിധ്യം കേരള രാഷ്ട്രീയത്തിൽ നികത്താനാകാത്ത വിടവാണ്. EMSഉം K കരുണാകരനും EK നയനാരും ഉമ്മൻചാണ്ടിയും VSും അടക്കം ഒരു കാലഘട്ടത്തിലെ രാഷ്ട്രീയ അധികായന്മാരെല്ലാം വിടവാങ്ങി. ഇനി VS ഇല്ലാത്ത കേരളമാണ്. സ്ത്രീ സുരക്ഷയ്ക്കായുള്ള മുദ്രാവാക്യങ്ങൾ VSനേക്കാൾ ശക്തമായി ഒരു മുഖ്യധാര രാഷ്ട്രീയ നേതാവ് ഉയർത്തിയിട്ടുണ്ടോ എന്നത് സംശയമാണ്. ഭൂമിക്കായുള്ള പോരാട്ടങ്ങളും അഴിമതി വിരുദ്ധ പ്രക്ഷോഭങ്ങളും മുൻപന്തിയിൽ നിന്ന് നയിച്ച VS മൺമറയുന്നതോടെ ഇനി ആരാണ് ഈ വിഷയങ്ങളിൽ ശക്തമായ വാക്കുയർത്താനുണ്ടാവുക? ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയത ഒരുപോലെ നടമാടുന്ന സത്യാനന്തര കാലത്തിൽ VSന്റെ അസാന്നിധ്യം തീർച്ചയായും മലയാളക്കരയ്ക്ക് വലിയ നഷ്ടമാണ്. VS എന്ന വൻമരത്തിനും മുകളിലേക്ക് വളർന്നു പന്തലിക്കാൻ ഇനിയൊരു സമരമരത്തിന് സാധ്യമാണോ എന്ന ചോദ്യവും ബാക്കി. ന്യൂസ് ഡെസ്ക് 24. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത് സമീർ C. മുഹമ്മദാണ്. സമീർ, ഗുഡ് മോർണിംഗ്. ഏതൊക്കെ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്? മലയോര മേഖലയിലുള്ളവർക്കൊക്കെ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടല്ലോ.
ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. റീജിത്ത്, സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതിന്റെ ഭാഗമായിക്കൊണ്ട് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമായും മധ്യ കേരളത്തിലും വടക്കൻ ജില്ലകളിലും മഴ കനക്കും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാണുന്നത്. ഇതോടൊപ്പം തന്നെ മലയോര മേഖലയിൽ അതിശക്തമായുള്ള മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് തീരമേഖലയിലും വലിയ രീതിയിലുള്ള കാറ്റിന്റെ സാധ്യതയാണ് പ്രധാനമായും പറയുന്നത്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായും അതിന്റെ ഭാഗമായിക്കൊണ്ട് ശക്തമായ കടലേറ്റമുണ്ടാവും. ഒപ്പം തന്നെ കടലാക്രമണത്തിനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ തീരമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും ജാഗ്രത പാലിക്കണം എന്നുള്ള ആ ഒരു കർശനമായിട്ടുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. തീരമേഖലയുമായി ബന്ധപ്പെട്ട് ഈ സമീപ നാളുകൾക്ക് ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പുരോഗമിക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ചെറുവള്ളങ്ങളിൽ മീൻ പിടിക്കുന്നതിന് പ്രശ്നങ്ങളില്ല, അതിന് നിയന്ത്രണമില്ല. പരമ്പരാഗത രീതിയിലുള്ള മത്സ്യബന്ധനം ഇപ്പോഴും തുടരുന്നുണ്ട്. അത്തരത്തിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർ ജാഗ്രത പാലിക്കണം. ശക്തമായ കടലാക്രമണത്തിനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് മലയോര മേഖലയിലും അതുപോലെ തന്നെ തീരമേഖലയിലും ജാഗ്രത തുടരുകയാണ്. ശക്തമായ മഴ വിവിധയിടങ്ങളിൽ തുടരുന്നുമുണ്ട്. ക്രിസ്റ്റീന, റീജിത്ത്. ശരി, സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. 8 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് നിലനിൽക്കുന്നത്. പിതൃസ്മരണയിൽ ഇന്ന് കർക്കിടകവാവ്. പിതൃമോക്ഷം തേടി ആയിരങ്ങൾ ബലിതർപ്പണം നടത്തും. ബലിതർപ്പണത്തിനായി ക്ഷേത്രങ്ങളിലും പ്രധാന സ്നാനഘട്ടങ്ങളിലും ഭക്തരുടെ തിരക്കാണ്. ആലുവ മണപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങുകൾക്ക് ഇന്ന് പുലർച്ചെ 2:30 തുടക്കമായി. വിവരങ്ങളുമായി ആലുവയിൽ നിന്ന് വിഷ്ണു സുരേഷും തിരുനെല്ലയിൽ നിന്ന് സുർജിത് അയ്യപ്പത്തും തിരുവല്ലത്ത് നിന്ന് റിനു ശ്രീധറും ചേരുകയാണ്. ആദ്യം വിഷ്ണു സുരേഷിലേക്കാണ്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. പുലർച്ചെ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചുവെന്ന് മനസ്സിലാക്കുന്നു. ഏത് രീതിയിലാണ് ഈ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? എത്രത്തോളം ജനബാഹുല്യമുണ്ട് അവിടെ? ഗുഡ് മോർണിംഗ്. കൃത്യം 2:30 തന്നെ ആലുവ മണപ്പുറത്തെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. ഏകദേശം 40ഓളം വരുന്ന ബലിത്തറകളാണ് ഇത്തവണ സജ്ജീകരിച്ചിരിക്കുന്നത്. 61ഓളം ബലിത്തറകൾ ഉണ്ടായിരുന്നു. 40 എണ്ണമാണ് നിലവിൽ സജീവമായി നിലനിൽക്കുന്നത്. രാവിലെ തന്നെ ആളുകൾ എത്തി. മഴയുടെ ഒരു ഭീഷണി ഉണ്ട് എങ്കിൽ പോലും നിലവിൽ അങ്ങനെ പൂർണ്ണമായും മഴയിലേക്ക് എത്തിയിട്ടില്ല. എന്നാൽ അമ്പലത്തിന്റെ പരിസരത്തൊക്കെ ചില വെള്ളക്കെട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഏകദേശം 200-ലധികം വരുന്ന പോലീസുകാരെ പലയിടങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ട്. വലിയ തിരക്ക് രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നു. 2:30 മുതലാണ് ആരംഭിച്ചത്. പെരിയാറിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ആലുവ മണപ്പുറം. ഏറെ ഈ കർക്കിടക വാവുലുമായി ബന്ധപ്പെട്ട് ഏറെ പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ്. അതുകൊണ്ട് വരും മണിക്കൂറിൽ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് ഈ പിതൃതർപ്പണത്തിന് വേണ്ടി എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാവിലെ തന്നെ തിരക്കുണ്ടെന്നാൽ പോലും ഒരു 8 മണിയോടുകൂടിയൊക്കെ അതിന്റെ പാരണ്യതയിലേക്ക് എത്താനുള്ള സാധ്യതയാണ് ഉള്ളത്. എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ബലിതർപ്പണ തറകളും അതോടൊപ്പം ഈ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ഇന്നലെയോടുകൂടി പൂർത്തിയാക്കിയിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തലൊക്കെ നടത്തി. ആകെ ഒരു ആശങ്കയായി നിന്നിരുന്നതും മഴയും ഈ അമ്പലത്തിനോട് ചേർന്നുള്ള വെള്ളക്കെട്ടുമൊക്കെയാണ്. കഴിഞ്ഞ 2 ആഴ്ച നമ്മൾ കണ്ടതാണ്. ക്ഷേത്രം പൂർണ്ണമായും മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാത്രമാണ് ഒരു ആശങ്കയായി നിലനിൽക്കുന്നത്. പക്ഷേ നിലവിൽ മഴ പൂർണ്ണമായും മാറി നിൽക്കുകയാണ്. ബലിതർപ്പണ ചടങ്ങുകൾ വളരെ സുഗമമായി ആലുവയിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ക്രിസ്റ്റീന. ശരി, വിഷ്ണു സുരേഷ് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. അവിടെ ആലുവയിൽ ബലിതർപ്പണ ചടങ്ങുകൾക്ക് തുടക്കമായിട്ടുണ്ട്. റിനു ശ്രീധർ കൂടി ചേരുന്നുണ്ട് തിരുവല്ലത്ത് നിന്ന് വിവരങ്ങളുമായി. റിനു, എത്ര പേരെയാണ് ഈ ബലിതർപ്പണ ചടങ്ങുകൾക്കായി എത്ര പേരെയാണ് അവിടെ പ്രതീക്ഷിക്കുന്നത്? ഒരുക്കിയിരിക്കുന്ന ക്രമീകരണങ്ങൾ എങ്ങനെയാണ് റിനു? തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബലിതർപ്പണം നടത്തുന്ന സ്ഥലങ്ങളാണ് തിരുവനന്തപുരം പരശുരാമ ക്ഷേത്രം, തിരുവല്ലത്തെ പരശുരാമ ക്ഷേത്രം, അതുപോലെ തന്നെ വർക്കല പാപനാശം എന്നിവിടങ്ങളാണ് ഏറ്റവും പ്രധാനമായി ബലിതർപ്പണം നടത്തുന്ന സ്ഥലങ്ങൾ. ചെറിയ സ്ഥലങ്ങളൊക്കെ തന്നെ നിരവധി കടവുകളൊക്കെ തന്നെ ഇതിനുവേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയും വലിയ ഒരു തിരക്ക് തന്നെയാണ്. നമുക്ക് തിരുവനന്തപുരം പരശുരാമ ക്ഷേത്രത്തിൽ നിന്ന് ബലിതർപ്പണത്തിനായി എത്തിയവരുടെ ഒരു വലിയ തിരക്ക് നമുക്ക് കാണാൻ കഴിയും. മണിക്കൂറുകളോളമായി ഇവിടെ ക്യൂ ആണ്. ഏകദേശം 2:30 മണി മുതലാണ് ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ എല്ലാ ഒരുക്കങ്ങളും വിലയിരുത്തിയിരുന്നു. ജില്ലാ കളക്ടർ അടക്കം മേയർ അടക്കം ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലാണ് ഈ ക്ഷേത്രം പ്രവർത്തിക്കുന്നത്. ബലിതർപ്പണ ചടങ്ങിന് വേണ്ടി നിരവധി പേർ എല്ലാ വർഷവും ഇവിടെ എത്തിച്ചേരാറുണ്ട്. ഇത്തവണയും അതുതന്നെയാണ്. പോലീസ് പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുറത്തുനിന്ന് ഈ പാസ്
എടുത്തതിന് ശേഷം ക്യൂ ആയി നിന്ന് വേണം ഇവിടേക്ക് ബലിതർപ്പണ ചടങ്ങിന് വേണ്ടി എത്താൻ വേണ്ടി വടം കെട്ടി ക്രമീകരിച്ച് ഇവരെ അകത്തേക്ക് കടത്തിവിടുന്ന ഒരു സാഹചര്യം. ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നിരവധി ബലിത്തറകളുണ്ട്. ബലി തർപ്പണം നടത്തുന്നതിന് വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. ബലിതർപ്പണം നടത്തി കായലിൽ മുങ്ങി മോക്ഷപ്രാപ്തി നേടി അല്ലെങ്കിൽ പിതൃമോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ചടങ്ങുകളെല്ലാം തന്നെ ചെയ്ത് തിരികെ ഇവർക്ക് ഇവിടേക്ക് മടങ്ങുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീകരണമാണ് ഒരുക്കിയിട്ടുള്ളത്. മണിക്കൂറുകളായി ക്യൂ നിൽക്കുന്ന ആൾക്കാരൊക്കെ തന്നെ ഉണ്ട്. ചേട്ടാ, എത്ര മണിക്ക് വന്നതാ? ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞ്. 1 മണിക്കൂർ കഴിഞ്ഞു. ഇനിയും ഒരുപാട് താമസിക്കുമല്ലേ അകത്തേക്ക്? ഇനി ഏകദേശം ഒരു മണിക്കൂറൂടെ എടുക്കും ടിക്കറ്റ് കിട്ടാൻ. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ലൈനിൽ നിന്നിട്ട് അതിന് 1.5 മണിക്കൂർ എടുക്കും. സ്ഥിരം ഇവിടെ തന്നെയാണോ വരുന്നത്? അതെ. അതാണ്, ഇവർ ടിക്കറ്റ് എടുക്കുവാൻ വേണ്ടി തന്നെ നിൽക്കുന്ന ക്യൂ ആണ് ഞങ്ങളിപ്പോൾ കണ്ടത്. 1 മണിക്കൂറായി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞ് ടിക്കറ്റ് എടുത്തതിന് ശേഷം മറ്റൊരു ക്യൂവിലേക്ക് പ്രവേശിക്കണം. അവിടെയും മണിക്കൂറുകൾ നീണ്ട ക്യൂ ഉണ്ട് എന്നുള്ളതാണ്. വർക്കല പാവനാശത്തേക്ക് പോയി കഴിഞ്ഞാൽ രാത്രി 12 മണി മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ തുടങ്ങി എന്നുള്ളതാണ്. പ്രധാനമായും ശംഖുമുഖം ബലിതർപ്പണം നടത്തുന്ന ഒരു കേന്ദ്രമായിരുന്നു. പക്ഷേ അവിടെ കടൽ കയറിയതിനാൽ ഇത്തവണ ബലിതർപ്പണ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ള അനുമതിയില്ല എന്നുള്ളതാണ്. വർക്കല പാവനാശത്ത് ഇന്നലെ ബലിതർപ്പണത്തിന് വേണ്ടി നാട്ടിയിരുന്ന പന്തലുകളെല്ലാം തന്നെ തിരയെടുക്കും ഒരു സാഹചര്യമുണ്ടായി. എങ്കിൽ പോലും ബലിതർപ്പണ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വലിയ രീതിയിലുള്ള ആശങ്കകളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല എന്നുള്ളതാണ്. എന്തായാലും മന്ത്രി അടക്കം ഇവിടെ എത്തി കഴിഞ്ഞ ദിവസം കൃത്യമായി തന്നെ വിലയിരുത്തിയിരുന്നു സ്ഥിതിഗതികൾ. അതിനുശേഷമാണ് ഇന്നിപ്പോൾ ഈ ബലിതർപ്പണത്തിന് വേണ്ടിയിട്ടുള്ള ചടങ്ങുകൾ ആരംഭിച്ചത്. എന്തായാലും മഴ വലിയ രീതിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഇന്നിപ്പോൾ മഴയില്ല. തിരുവനന്തപുരത്ത് മഴയില്ല എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ചെറിയ ചാറ്റൽ മഴകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് ബലിതർപ്പണ ചടങ്ങിന് വേണ്ടി ആ മഴ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. റിജിത്ത്, തിരുവല്ലത്ത് നിന്ന് റിനു ശ്രീധറാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ഇനി തിരുനെല്ലിയിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് കൂടി ചേരുകയാണ്. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. അവിടെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിരവധി പേരാണ് പുലർച്ചെ മുതൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഉച്ചവരെയാണ് ബലിതർപ്പണം അനുവദിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഇത്തവണ ഈ വാഹനങ്ങളിൽ വരുന്നവർക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ കൂടെ നൽകിയിട്ടുണ്ടല്ലോ. കൃഷ്ണ, സാധാരണഗതിയിൽ ഈ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് എത്തുന്നവർ കാട്ടിക്കുളത്ത് ഇറങ്ങണം. അവരുടെ സ്വകാര്യ വാഹനങ്ങൾ അവിടെ വെച്ച ശേഷം വേണം മറ്റ് പൊതു സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടേക്ക് എത്താറുള്ളത്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല, ഒരു മാറ്റമുണ്ട്. എന്തായാലും നമ്മൾ പോകുന്നത് പാപനാശിനിയിലേക്കാണ്. പാപനാശിനിയിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതായത് ഇവിടെ 300ഓളം പേർക്ക് ഒരേ സമയം ബലിയിടാനുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. രാവിലെ 3 മണി മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. രാവിലെ 3 മണി മുതൽ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഇപ്പോൾ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഇവിടെ ദേവസ്വത്തിൻ്റെ നേതൃത്വത്തിൽ നേരത്തെ തന്നെ തയ്യാറായിട്ടുണ്ട്. ധാരാളം പേർ എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇവിടെ മാത്രമല്ല, പൊൻകുഴിയിലും സമാനമായ രീതിയിൽ തന്നെയുള്ള ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ക്രിസ്റ്റീന. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് തിരുനെല്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. വിവിധയിടങ്ങളിൽ പിതൃതർപ്പണ ചടങ്ങുകൾ മുന്നോട്ട് പോവുകയാണ്. മഴ ഭീഷണിയായി നിൽക്കുന്നില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ചടങ്ങുകൾ നല്ല രീതിയിൽ തന്നെ പൂർത്തിയാക്കാൻ ഭക്തജനങ്ങൾക്ക് കഴിയുന്നുണ്ട്. റാഗിംഗ് വിരുദ്ധ നിയമത്തിലും ചട്ടങ്ങളിലും ഭേദഗതി വരുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിനായി രൂപീകരിച്ച വർക്കിംഗ് കമ്മിറ്റി തയ്യാറാക്കിയ 2 കരടുകളിൽ കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും UGCയും തങ്ങളുടെ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. റാഗിംഗ് വിരുദ്ധ സമിതിയുടെ തീരുമാനത്തിനും അപ്പീലിനും സമയപരിധി നിശ്ചയിക്കാമെന്ന് UGCയുടെ അഭിഭാഷകൻ നിർദ്ദേശിച്ചു. റാഗിംഗ് കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി ഒരു പ്രത്യേക കോടതി രൂപീകരിക്കാമെന്നും UGC വ്യക്തമാക്കി. റാഗിംഗ് മറച്ചുവെക്കുന്നത് പ്രേരണയ്ക്ക് സമാനമായ കുറ്റമായി കണക്കാക്കണമെന്ന് കെൽസ അഭിപ്രായപ്പെട്ടു. 2 മാസത്തിനകം അന്തിമ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുമെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കേരള സർവകലാശാല ഭിന്നതയിൽ രജിസ്ട്രാർ KS അനിൽകുമാറിനെതിരെ നീക്കം കടുപ്പിച്ച് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. KS അനിൽകുമാറിന് സസ്പെൻഷൻ കാലയളവിലെ ശമ്പളം നൽകേണ്ട എന്ന് VC ഉത്തരവിട്ടു. ഡോക്ടർ മിനി കാപ്പനോട് രേഖകൾ ഗവർണർക്ക് മുന്നിൽ ഹാജരാക്കാനും വൈസ് ചാൻസലർ നിർദ്ദേശിച്ചു. കാവിക്കുടി ഇന്ത്യ ഭാരതാംബ ചിത്ര വിവാദത്തിൽ ഗവർണറോട് അനാദരവ് കാണിച്ചെന്ന കാരണത്താലാണ് ജൂലൈ 3 വൈസ് ചാൻസലർ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത്. അതിനുശേഷമുള്ള കാലയളവിൽ KS അനിൽകുമാറിന് ശമ്പളം നൽകരുതെന്നാണ് ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെ പുതിയ ഉത്തരവ്. ഫിനാൻസ് ഓഫീസർക്കാണ് വൈസ് ചാൻസലർ നിർദ്ദേശം നൽകിയത്. സസ്പെൻഷൻ കാലയളവിൽ നിശ്ചിത തുക അലവൻസ് മാത്രമായിരിക്കും ലഭിക്കുക. ജൂലൈ 6 ശേഷം ഡോക്ടർ അനിൽകുമാർ സർവകലാശാലയിൽ എത്തുന്നുണ്ട്. സസ്പെൻഷൻ കാലയളവിൽ ഓഫീസിലെത്തുന്നത് നിയമവിരുദ്ധമാണെന്ന് VC പറയുന്നു. കലോത്സവത്തിന്റെ ഗ്രേസ് മാർക്ക് സംബന്ധിച്ച ഫയലുകൾ രജിസ്ട്രാർ ഇൻചാർജായ മിനി കാപ്പനോട് ഗവർണർക്ക് മുന്നിൽ ഹാജരാക്കാനും VC നിർദ്ദേശം നൽകി. സർക്കാരും ഗവർണറും തമ്മിൽ ആശയവിനിമയം നടത്തിയെങ്കിലും കേരള സർവകലാശാലയിലെ പ്രശ്നങ്ങൾക്ക് മാത്രം ഇതുവരെ പരിഹാരമായില്ല.
24 തിരുവനന്തപുരം. നോക്കാം പ്രധാന ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ. ബുൾഡോസറുകൾ ഉപയോഗിച്ച് വനം നശിപ്പിക്കുന്നത് തടയണമെന്ന് സുപ്രീം കോടതി. തെലങ്കാനയിലെ ഗച്ചിബൌളിയിൽ വൻതോതിൽ മരങ്ങൾ വെട്ടിമാറ്റിയതിനെ തുടർന്ന് സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കവെയാണ് നിരീക്ഷണം. സുസ്ഥിര വികസനത്തിനു വേണ്ടി ഒറ്റ രാത്രി കൊണ്ട് മുഴുവൻ കാടും വെട്ടിനിരത്തുന്നത് ശരിയല്ല എന്ന് ചീഫ് ജസ്റ്റിസ് BR ഗവായ്. പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് ആഭ്യന്തര വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതിനുള്ള വിലക്ക് നീട്ടി ഇന്ത്യ. ഓഗസ്റ്റ് 24 വരെ ഒരു മാസത്തേക്കാണ് വിലക്ക് നീട്ടിയത്. പഹൽഗാം ഭീകരാക്രമണത്തിനു പിന്നാലെ ഉണ്ടായ സംഘർഷത്തെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും പരസ്പരം വ്യോമാതിർത്തി വിലക്കിയത്. ഹിമാചൽ പ്രദേശിലെ കാലവർഷക്കെടുതിയിൽ ഇതുവരെ 135 പേർ മരിച്ചു. 540 വീടുകൾ പൂർണ്ണമായും തകർന്നു. 432 റോഡുകൾ അടച്ചു. ബീഹാർ വോട്ടർ പട്ടികയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കിയത് 52 ലക്ഷം പേരുകൾ. പ്രത്യേക തീവ്ര പുനഃപരിശോധനാ പ്രക്രിയയുടെ ഭാഗമായാണ് നടപടി. മരിച്ചവർ, തൊഴിൽ തേടി കുടിയേറിയവർ, ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ടർ പട്ടികയിൽ പേരുവന്നവർ എന്നിവരാണ് പട്ടികയിൽ നിന്ന് പുറത്തായത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങി ദുരിത ജീവിതം പേറുന്ന ഹർഷീന വീണ്ടും സമരത്തിലേക്ക്. തനിക്ക് നീതി നേടിത്തരാൻ സർക്കാരിന് സാധിച്ചില്ല എന്ന് ഹർഷീന ആരോപിച്ചു. ഈ മാസം 29-ന് കളക്ടറേറ്റിനു മുന്നിൽ ഏകദിന സത്യാഗ്രഹം നടത്തും. 2017 മൂന്നാമത്തെ പ്രസവത്തിനായി നടത്തിയ ശസ്ത്രക്രിയയ്ക്കിടെയാണ് ഹർഷേനയുടെ വയറ്റിൽ ഡോക്ടർമാർ കത്രിക മറന്നുവെച്ചത്. തുടർച്ചയായി ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയപ്പോൾ നടത്തിയ പരിശോധനയിൽ വയറ്റിൽ കത്രിക കണ്ടെത്തി. 1736 ദിവസം കൊടിയ വേദന സഹിച്ചു ഹർഷീന. സംഭവത്തിൽ ശസ്ത്രക്രിയ ചെയ്ത 2 ഡോക്ടർമാരും 2 നഴ്സുമാരും ഉൾപ്പെടെ 4 പേരെ പ്രതി ചേർത്ത് മെഡിക്കൽ കോളേജ് പോലീസ് 2023 കുന്നമംഗലം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. 2024 ജൂലൈ 20-ന് വിചാരണ ആരംഭിക്കേണ്ടതായിരുന്നു. എന്നാൽ പ്രതികൾ ഹൈക്കോടതിയെ സമീപിക്കുകയും വിചാരണയ്ക്ക് സ്റ്റേ നേടിയെടുക്കുകയും ചെയ്തു. നേരത്തെയും ഹർഷീന സമരം നടത്തിയിരുന്നു. പക്ഷേ നീതി ലഭിച്ചില്ല. മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയുമെല്ലാം തനിക്കൊപ്പമാണെന്ന് പറയുമ്പോഴും നീതി ലഭിച്ചില്ലെന്ന് ഹർഷീന പറയുന്നു. ഇത്രയും കാലമായിട്ടും ഒരു തരത്തിലുള്ള നീതി ഉറപ്പാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. എപ്പം എവിടെ എങ്ങനെ ചോദിച്ചാലും ഹർഷീനക്കൊപ്പമാണ്, നീതി ഉറപ്പാക്കും, അനുഭവിച്ച വേദന സത്യമാണ്, അതിനുള്ളൊരു പരിഹാരം ഉണ്ടാവുമെന്ന് പറയാന്നല്ലാതെ ഇത്രയും വലിയൊരു അശ്രദ്ധ കൊണ്ട് ഇത്രയും വലിയൊരു വേദന, ഇത്രയും വലിയ പ്രയാസം, ഇത്രയും വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ട് ഇതുവരെ ഒരു തരത്തിലുള്ള നീതി ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. തന്റെ സമരത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ല. തന്റെ വേദനയ്ക്കും നഷ്ടങ്ങൾക്കും പരിഹാരം മാത്രമാണ് തേടുന്നത്. അത് വൈകുന്നതിൽ സങ്കടമുണ്ടെന്നും നീതി ലഭിക്കും വരെ സമരം തുടരുമെന്നും ഹർഷീന വ്യക്തമാക്കി. 24 കോഴിക്കോട്. മോർണിംഗ് ന്യൂസിലേക്ക് വീണ്ടും. പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമാകാൻ സാധ്യത. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം ഉന്നയിച്ച് പ്രതിപക്ഷം ഇന്നും പ്രതിഷേധിക്കും. വർഷകാല സമ്മേളനത്തിന്റെ കഴിഞ്ഞ 3 ദിവസവും പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇരുസഭകളും സ്തംഭിച്ചു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത്. ബൽറാം, ഗുഡ് മോർണിംഗ്. 3 ദിവസം പ്രത്യേകിച്ച് ഒന്നും നടക്കാതെ പാർലമെന്റ് സ്തംഭിക്കുന്നു. നിരവധി ബില്ലുകൾ പാസ്സാക്കാനുണ്ട്. എന്നാൽ പ്രതിപക്ഷം നിരവധി ആയുധങ്ങളുമായാണ് എത്തിച്ചേരുന്നത് ഓരോ ദിവസവും. ഇന്നത്തെ ഒരു അവസ്ഥ എന്തായിരിക്കും പാർലമെന്റിൽ? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, റീജിത്ത്. പാർലമെന്റിന്റെ കഴിഞ്ഞ 3 ദിവസത്തെ സമ്മേളനവും ഏതാണ്ട് 1 മണിക്കൂറിൽ താഴെയാണ് 3 ദിവസമായി ഇരുസഭകളും സമ്മേളിച്ചത്. പ്രതിപക്ഷം ഈ ഒരു സമ്മേളനം തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ ഒട്ടേറെ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് സഭയിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും പഹൽഗാം ഭീകരാക്രമണവും ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവും തന്നെയാണ് ഏറ്റവും പ്രധാന ആയുധങ്ങളായി പ്രതിപക്ഷം മുന്നോട്ട് വെച്ചത്. ഇതിൽ പെഹൽഗാം വിഷയം ചർച്ച ചെയ്യാം എന്ന കാര്യത്തിൽ ധാരണയായിരിക്കുന്നു, തീരുമാനമായിരിക്കുന്നു. തിങ്കളാഴ്ച ലോക്സഭയിൽ പെഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂറും അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും. രാജ്യസഭയിൽ ചൊവ്വാഴ്ചയായിരിക്കും ഈ ചർച്ചകൾ ആരംഭിക്കുക. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ള സർക്കാരിൻ്റെ വിശദീകരണം അടക്കമുള്ള കാര്യങ്ങൾ 16 മണിക്കൂർ ചർച്ചയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഈ പാർലമെന്റിൽ നടക്കുക. അതേസമയം ബീഹാർ വോട്ടർ പട്ടിക വിഷയം പ്രധാന ആയുധമാക്കാൻ
നടപ്പാക്കാനാണ് ഇന്നലെ മുതൽ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് പാർലമെന്റ് സമ്മേളിക്കുന്നതിന് മുമ്പായി സഭാ കവാടത്തിന് മുന്നിൽ കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് ഇന്ത്യ സഖ്യകക്ഷികൾ പ്രതിഷേധിച്ചിരുന്നു. തുടർന്ന് ഈ വിഷയം ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസുകളും ഇരു സഭകളിലും നൽകിയിരുന്നു. എന്നാൽ ഈ നോട്ടീസുകൾ അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്നതോടുകൂടിയാണ് സഭ പ്രക്ഷുബ്ധമായത്. ശക്തമായ പ്രതിഷേധം നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷം പ്രതിഷേധിക്കുന്ന രംഗങ്ങളാണ് പിന്നീടുള്ള 3 തവണ പിരിഞ്ഞ ശേഷം, ബഹളത്തെ തുടർന്ന് പിരിഞ്ഞ ശേഷം സമ്മേളിച്ചപ്പോഴും ഇരു സഭകളിലും കണ്ടത്. തുടർന്നാണ് ഇന്നത്തേക്ക് സഭ പിരിയുകയായിരുന്നു. സമാനമായ പ്രതിഷേധം ഇന്നും ആവർത്തിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം അത് സർക്കാരിന് വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കുന്നത്, അല്ലെങ്കിൽ BJPക്ക് വേണ്ടിയാണ് നടപ്പാക്കുന്നത് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നത്. ഇന്നും ആ പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. റീജിത്ത്, ക്രിസ്റ്റീന. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇന്നും പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സഭാ നടപടികൾ മുങ്ങാൻ തന്നെയാണ് സാധ്യത. നിരവധി രാഷ്ട്രീയ സാംസ്കാരിക പരിപാടികൾക്ക് വേദിയായ കോഴിക്കോട് ടാഗോർ ഹാൾ ഇനി ഓർമ്മയാവുകയാണ്. ടാഗോറിന്റെ ജന്മശതാബ്ദിയുടെ ഭാഗമായി നിർമ്മിച്ച കെട്ടിടം 52 വർഷത്തിന് ശേഷം പുതുക്കി പണിയുന്നതിനായാണ് പൊളിച്ചു നീക്കുന്നത്. രവീന്ദ്രനാഥ ടാഗോറിന്റെ ജന്മശതാബ്ദിയുടെ ഭാഗമായി രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക ഫണ്ട് ഉപയോഗിച്ചാണ് കലാ സാംസ്കാരിക പരിപാടികൾക്കായി 1973 ടാഗോർ ഹാൾ പണിതത്. ഫിലിം ഫെസ്റ്റ്, നൃത്ത സംഗീത പരിപാടികൾ, നാടകോത്സവം, രാഷ്ട്രീയ പരിപാടികൾ തുടങ്ങി വിവിധ പരിപാടികൾക്ക് വേദിയായ കോഴിക്കോട് RC റോഡിലെ ടാഗോർ ഹാൾ കാലപ്പഴക്കത്താൽ ചോർന്നൊലിക്കാൻ തുടങ്ങിയിരുന്നു. ഇതോടെയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. പഴയ കെട്ടിടം പൊളിച്ചു തുടങ്ങി. 68 കോടി രൂപയുടെ പദ്ധതിയാണ് കോർപ്പറേഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. 2000 പേരെ ഉൾക്കൊള്ളാവുന്ന വലിയ ഹാളും 150 പേർക്ക് ഇരിക്കാവുന്ന മിനി ഹാളും 3 മൾട്ടിപ്ലക്സ് തിയേറ്ററുകളും ബുക്ക് സ്റ്റോൾ, കോഫി ഷോപ്പ്, ഓപ്പൺ ആംഫി തിയേറ്റർ എന്നിവയും അടങ്ങിയ 3 നില കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. കൊമേഴ്ഷ്യൽ പ്ലേസ്, അടിയിലേക്ക് പോകുന്ന കാർ പാർക്കിംഗ്, സ്വച്ഛമായും സന്തോഷമായും ആസ്വദിക്കാനുള്ള ഒരിടം കൂടി ഈ ടാഗോർ സെനറി ഹാളിൻ്റെ അടുത്ത് നമ്മൾ വിഭാവനം ചെയ്തിട്ടാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. അന്താരാഷ്ട്രപരമായ ഒരു സാഹിത്യ നഗര പദവി ലഭിച്ചപ്പോൾ അതിനൊരു ഓർമ്മയ്ക്കായി കൂടി ടാഗോർ സെനറി ഹാൾ മാറും എന്നൊരു സംശയമില്ല. പഴയ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായും ഉടൻ നീക്കം ചെയ്യും. കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്ന് വായ്പയെടുത്ത് പുതിയ കെട്ടിടം നിർമ്മിക്കാനാണ് കോർപ്പറേഷന്റെ തീരുമാനം. ആധുനിക സൗകര്യങ്ങളോടെയുള്ള കെട്ടിടത്തിന് 2 മാസത്തിനകം തറക്കല്ലിടും. കോഴിക്കോട് നിന്ന് അബിത്തിനൊപ്പം സമീർ മുഹമ്മദ്, 24. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ അനുസ്മരിച്ച് രാഷ്ട്രീയ നേതൃത്വം പുതിയ കേരളത്തിന്റെ നല്ല വളർച്ചയ്ക്ക് VS നൽകിയത് വലിയ സംഭാവനയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആധുനിക കേരളത്തിന്റെ സൃഷ്ടിയിൽ അതുല്യ പങ്കുവഹിച്ച ചുരുക്കം മഹാരഥന്മാരിൽ ഒരാളാണ് VS എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആധുനിക കേരളത്തിന്റെ സൃഷ്ടിയിൽ അതുല്യമായ പങ്കുവഹിച്ച ചുരുക്കം മഹാരഥന്മാരുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളാണ് VS. ജീവിതം പോരാട്ടമാക്കിയ സഖാവാണ് കടന്നുപോയതെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. ജീവിതം മുഴുവൻ ഒരു പോരാട്ടമാക്കി മാറ്റിയ സഖാവ് VSനെ അനുസ്മരിക്കാൻ നാം ഇവിടെ ഒത്തുകൂടുന്നത്. മഹാരഥന്മാരുടെ വിടവ് കൂട്ടായ പ്രവർത്തനത്തിലൂടെ നികത്താനാവൂ എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആർക്കെങ്കിലും ഒരാൾക്ക് അവർ നിർവഹിച്ച ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടപ്പിലാക്കാനാവുന്നതല്ല. എല്ലാവരും കൂട്ടായി നടത്തുന്ന ഒരു പ്രവർത്തനത്തിലൂടെ മാത്രമേ നമുക്കിത്തരം മഹാരഥന്മാരായ നേതാക്കളുടെ വിടവ് കൂട്ടായ ശ്രമത്തിലൂടെ നികത്താൻ ശ്രമിക്കുക എന്നതാണ് നമ്മുടെ പ്രതിജ്ഞ. ഈ മണ്ണിനെ മഹത്തരമായ പോരാട്ടങ്ങളെ സ്വന്തം ചുമതലയായി ഏറ്റെടുത്ത നേതാവായിരുന്നു VS അച്യുതാനന്ദനെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസ്റ്റ് മൂല്യങ്ങളുമെല്ലാം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയുള്ള സമര ഐക്യത്തിന് ശക്തിപ്പെടേണ്ട കാലഘട്ടത്തിൽ VSന്റെ സമരബോധം, രാഷ്ട്രീയ പ്രബദ്ധത നമ്മളെല്ലാവരെയും വഴികാണിക്കാൻ വേണ്ടി എന്നുമെന്നും ഉണ്ടായിരിക്കുമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നേതാക്കൾ VSനെ അനുസ്മരിക്കുമ്പോഴും പ്രിയ നേതാവിന്റെ ചിതയ്ക്കരികിൽ 100 കണക്കിന് മനുഷ്യർ മുദ്രാവാക്യം മുഴക്കി അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് 24. സമരപോരാട്ടങ്ങളിൽ ചുവന്ന പുന്നപ്ര വയലാറിന്റെ മണ്ണിൽ VSനായി ഉയർന്നത് നിലയ്ക്കാത്ത മുദ്രാവാക്യങ്ങൾ. നിശ്ചയിച്ച സമയക്രമമെല്ലാം തെറ്റി. എല്ലായിടത്തും 7-8 മണിക്കൂർ വൈകി.
പുന്നപ്രയിലെ വീട്ടിലും CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലും റിക്രിയേഷൻ ഗ്രൗണ്ടിലും വലിയ ചുടുകാട്ടിലും VS-നായി കാത്തുനിന്നത് ജനസഹസ്രമായിരുന്നു. അറബിക്കടലിൽ അലയടിച്ചുയരുന്ന തിരകളുടെ ഇരമ്പം. ആ കടലിന്റെ തീരത്ത് മറ്റൊരു ആൾക്കടൽ. ആൾക്കടലിൽ നിന്നുയർന്ന മുദ്രാവാക്യങ്ങൾ ആലപ്പുഴയിൽ പ്രകമ്പനം തീർത്തു. ഇങ്ങനെയല്ലാതെ മണ്ണിന്റെ സമരനായകന് നാടെങ്ങനെ വിട പറയും? ചൊവ്വാഴ്ച രാത്രിയിൽ ഭൗതിക ശരീരം ആലപ്പുഴ പുന്നപ്രയിലെ വീട്ടിലെത്തിക്കുന്ന രീതിയിലായിരുന്നു ക്രമീകരണങ്ങൾ. എന്നാൽ വിലാപയാത്ര ആലപ്പുഴ ജില്ല കടന്നത് പിറ്റേന്ന് രാവിലെ 7:30. പുന്നപ്രയിലെ വേലിക്കകത്തെ വീട്ടിലെത്തിയപ്പോൾ ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞു. VS-നെ കാണാൻ വീട്ടിലേക്ക് വൻ ജനപ്രവാഹം. ജനത്തിരക്കിനാൽ ഉച്ചതിരിഞ്ഞ് 2:30-ക്ക് ശേഷമാണ് വീട്ടിലെ പൊതുദർശനം അവസാനിപ്പിക്കാനായത്. പിന്നെ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് 3:30-യോടെ VS-ന്റെ മൃതദേഹം അവിടേക്കെത്തുമ്പോൾ കാലുകുത്താനിടമില്ലാത്ത വിധം ജനം തിങ്ങി നിറഞ്ഞു. സാധാരണ മനുഷ്യൻ പറയാൻ ആഗ്രഹിക്കുന്നതെല്ലാം ഓരോ ദിവസവും ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ് VS-നെ VS ആക്കിയത്. കാലഘട്ടത്തിന് മുന്നേ ജീവിച്ച്, കാലഘട്ടത്തിന് മുന്നേ നടന്ന്, ഇന്നത്തെ കാലത്തിന് മുന്നേ പുള്ളി നടന്ന്, അതാണ് പുള്ളിയുടെ പ്രത്യേകത. ആ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ പോലീസും റെഡ് വോളണ്ടിയേഴ്സും. പെരുമഴയിൽ കുതിർന്നിട്ടും സഖാവിനെ കാണാൻ കാത്തുനിന്ന ആയിരങ്ങൾ. പാർട്ടി ഓഫീസിന്റെ ഗേറ്റ് അടച്ചിട്ടും മുട്ടിവിളിച്ചു ജനം. അഞ്ചു മണിയോടെയാണ് VS-ന്റെ ഭൗതിക ശരീരം പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ബീച്ചിന് സമീപത്തെ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയത്. അവിടെ പുലർച്ചെ മുതൽ VS-നെ കാത്തുനിന്നത് 100 കണക്കിന് പേർ. ഗ്രൗണ്ടിലൊരുക്കിയ പന്തലിലും ചുറ്റും കാത്തുനിന്ന ആയിരങ്ങൾക്കും നടുവിലേക്ക് VS എത്തുമ്പോഴേക്കും അറബിക്കടലിലേക്ക് സൂര്യൻ മറഞ്ഞിരുന്നു. എത്ര നിയന്ത്രിച്ചിട്ടും ആളുകളെ വേഗത്തിൽ കടത്തിവിട്ടിട്ടും അണമുറിയാതെ പിന്നെയും ജനപ്രവാഹം. കടൽ പോലെ ഒറ്റയ്ക്കും കൂട്ടമായും. എത്ര രാത്രിയായാലും കാണാൻ സൗകര്യങ്ങളെ ഞങ്ങൾ കണ്ടെത്തേ പോകുള്ളൂ. ഒരു നോക്ക് കാണുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജീവിതാഭിലാഷം. VS-നെ ഒരു നോക്കൊന്ന് കാണുക. പെരുമരയായാലും VS-നെ കണ്ടിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ. VS എന്നൊരു വികാരമാണ്. ഹൃദയം എന്ന ഞങ്ങളുടെ സഖാവാണ് VS. ഞങ്ങളുടെ ജീവന്റെ തുടിപ്പായ നേതാവിനെ കാണാനാണ് വന്നത്. ന്യൂസ് ഡെസ്ക് 24. പിതൃസ്മരണയിൽ ഇന്ന് കർക്കിടകവാവ്. പിതൃമോക്ഷം തേടി ആയിരങ്ങൾ ബലിതർപ്പണം നടത്തുകയാണ്. സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് എന്ന വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, എവിടെയാണ് നിൽക്കുന്നത്? അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന കാഴ്ചകൾ എങ്ങനെ? ക്രമീകരണങ്ങൾ നല്ല രീതിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് പുതിയ വിവരങ്ങൾ സമീർ? കൃഷ്ണ, റിജിത്ത്, തീർച്ചയായും നല്ല രീതിയിലുള്ള സൗകര്യങ്ങളോടുകൂടി തന്നെയാണ് കോഴിക്കോട് വരക്കൽ ബീച്ചിലെ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. 4 സമിതികളുടെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ ഈ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വരക്കൽ ബലിതർപ്പണ സമിതി, അതുപോലെ തന്നെ ശ്രീകണ്ഠേശ്വര സ്വാമി ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ, അതുപോലെ തന്നെ ദുർഗാദേവി ക്ഷേത്രം ഭാരവാഹികൾ, ഹിന്ദു ഐക്യവേദി എന്നിങ്ങനെ
സമിതികളുടെ നേതൃത്വത്തിലാണ് വിപുലമായിട്ടുള്ള സൗകര്യങ്ങളോടുകൂടെ വരക്കൽ ബീച്ചിലെ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഇവിടുത്തെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത്. പിന്നീട് ഇതുവരെയും തന്നെ എല്ലാ സൗകര്യങ്ങളോടുകൂടെ പരമാവധി വിശ്വാസികൾക്കൊക്കെ ഇവിടെ എത്താനും അതുപോലെ തന്നെ ഈ ചടങ്ങുകളുടെ ഭാഗമാകാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കടലിലേക്കാണ് ഇതിന്റെ മറ്റ് ചടങ്ങുകൾ നടക്കുന്നത്. ആ ഒരു വേളയിൽ ആ ഭാഗത്ത് നല്ല കടലാക്രമണത്തിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു സാധ്യത കൂടി പരിഗണിച്ചുകൊണ്ട് പോലീസിന്റെയും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡിന്റെയും ഒക്കെ സാധ്യത കൂടി ഉറപ്പാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള ഒരു മഴ എത്തിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് നേരിയ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. മറ്റ് എല്ലാ സ്ഥലങ്ങളിലുമുള്ള ഒരുക്കങ്ങളും ഇവിടെ നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. ഇപ്പോൾ ഇതിന്റെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. വിവിധ ഇടങ്ങളിൽ നിന്നായിക്കൊണ്ട് നിരവധി പേരാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇവർക്ക് ഓൺലൈൻ സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഓരോ ഇടങ്ങളിൽ നിന്നും വരുന്ന വിശ്വാസികൾക്ക് ഈ എപ്പോഴായിരിക്കും അവർക്ക് ഈ സമയം അനുവദിക്കുക എന്നുള്ള കാര്യം ഉൾപ്പെടെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ അത് അവർക്ക് കൂടുതൽ നേരം കാത്തു നിൽക്കാനോ മറ്റോ ഒന്നും തന്നെ ബുദ്ധിമുട്ടുമില്ല. വരുന്നു, കൃത്യമായ സമയത്ത് അവരുടെ ആത്മാക്കൾക്ക് അതിന്റെ മോക്ഷത്തിനായുള്ള ചടങ്ങുകൾക്ക് ആരംഭിക്കുന്നു. ആ ചടങ്ങുകൾ പൂർത്തീകരിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ അവർക്ക് തിരിച്ചു പോകാനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലാണ് കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. വിവിധ ഇടങ്ങളിലായിക്കോട്ടെ നിരവധി വിശ്വാസികൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ക്രിസ്tina റീജിത്ത്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. എല്ലായിടത്തും നല്ല രീതിയിൽ ക്രമീകരണങ്ങളൊക്കെ സജ്ജമാക്കിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്. മുംബൈയിൽ മലയാളികളുടെ നേതൃത്വത്തിൽ ഒരു ബ്രഹ്മാണ്ഡ ഹിന്ദി നാടകം ഒരുങ്ങുന്നു. ഭസ്മാഞ്ജൽ എന്ന പേരിലാണ് നാടകം. വൃദ്ധസദനങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്നവരെ സഹായിക്കാനായി രൂപീകരിച്ച മഹാറാണി എന്ന സംഘടനയാണ് നാടകം ഒരുക്കുന്നത്. देख सकती हो और हमें इसके बारे में बाद में बता सकती हो. चलो चलो अभी डॉक्टर के पास जाना है. चलो आ जाओ. വൃദ്ധസദനത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ കഥയാണ് മലയാളത്തിൽ കനൽ ശിഖരങ്ങൾ എന്ന പേരിൽ അവതരിപ്പിക്കപ്പെട്ട നാടകമാണ് ഹിന്ദിയിലേക്ക് മൊഴി മാറ്റുന്നത്. പശ്ചാത്തലത്തിലടക്കം ആ മാറ്റം ഉണ്ടാകും. ഒരു ചാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ആഹാരം കൊടുക്കുന്നതിലോ ഒരു വസ്ത്രം കൊടുക്കുന്നതിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ചാരിറ്റി പ്രവർത്തനമല്ല ഞങ്ങൾ വിശ്വസിക്കുന്നതും ഞങ്ങൾ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നതും. കുട്ടികൾക്ക് അറിവ് പകർന്ന് അനാഥാലയങ്ങളിലുള്ള അമ്മമാരെ എത്രത്തോളം കുറയ്ക്കാൻ പറ്റും ആ ഒരു അവയർനെസ് ക്യാമ്പാണ് ഈ നാടകത്തിൻ്റെ പ്രത്യേക കാര്യം. മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന റിഹേഴ്സൽ ക്യാമ്പാണ്. 50ഓളം നടീനടന്മാർ വേദിയിലെത്തും. മുംബൈക്ക് പുറത്തുനിന്നും അഭിനേതാക്കൾ ക്യാമ്പിലേക്കെത്തി. മഹാറാണി എന്ന പേരിൽ വൃദ്ധസദനങ്ങളിൽ ഒറ്റപ്പെട്ടുപോയ മനുഷ്യരെ സഹായിക്കാൻ രൂപീകരിച്ച സംഘടനയാണ് നാടകത്തിന് പിന്നിൽ. മോഹൻ നായർ എന്ന മലയാളിയാണ് സംഘടനയെ നയിക്കുന്നത്. ഹർഷൽ റാണയാണ് നാടകം സംവിധാനം ചെയ്യുന്നത്. हम लोग को सिर्फ नाटक करना नहीं है, हम लोग को सिर्फ ये नाटक और मैसेज लेके नहीं जाना है, लेकिन जितने भी ओल्ड एज होम्स है वहाँ पे पहुँचना है. अभी ओल्ड एज होम में पहुँचने के लिए जितने भी भारत में जितने भी दुनिया में ओल्ड एज होम्स रहेंगे, जितने भी लोग होंगे, जो यंगस्टर्स है, माता पिता है, उन तक यह नाटक जाना चाहिए. ഇന്ത്യയിലാകമാനം 30ഓളം വേദികളിൽ നാടകമെത്തും. 24 മുംബൈ. മാഞ്ചസ്റ്റർ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ടീം ഇന്ത്യയ്ക്ക് ഭേദപ്പെട്ട തുടക്കം. ഒന്നാം ദിവസത്തെ കളി നിർത്തുമ്പോൾ ഇന്ത്യ 4 വിക്കറ്റിന് 264 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യയ്ക്കായി സായി സുദർശനും യശസ്വി ജയ്സ്വാളും അർദ്ധ സെഞ്ചുറികൾ നേടി. KL രാഹുൽ 46 റൺസ് എടുത്തപ്പോൾ 37 റൺസ് എടുത്ത ഋഷഭ് പന്ത് പരിക്ക് മൂലം റിട്ടയർഡ് ഹട്ട് വിളിച്ചു. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 12 റൺസിന് പുറത്തായി. 19 റൺസ് വീതമെടുത്ത രവീന്ദ്ര ജഡേജയും ഷാർദുൽ താക്കൂറുമാണ് പുറത്താകാതെ നിൽക്കുന്നത്. ഇംഗ്ലണ്ടിനായി നായകൻ ബെൻ സ്റ്റോക്സ് 2 വിക്കറ്റ് എടുത്തു. ചാമ്പ്യൻസ് ലീഗ് ക്രിക്കറ്റ് തിരിച്ചു കൊണ്ടുവരാൻ ICC അടുത്ത വർഷം സെപ്റ്റംബറിൽ ടൂർണമെന്റ് നടത്താനാണ് ആലോചന. ചാമ്പ്യൻസ് ലീഗ് റിട്ടേൺസ്. 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വിവിധ രാജ്യങ്ങളിലെ ഫ്രാഞ്ചൈസി ക്രിക്കറ്റിലെ മുൻനിര ടീമുകൾ മുഖാമുഖമെത്തുന്ന ചാമ്പ്യൻസ് ലീഗ് മടങ്ങി വരുന്നു. ക്ലബ് ക്രിക്കറ്റിലെ വിശ്വമാമാങ്കത്തിന്റെ തിരിച്ചുവരവിന് പച്ചക്കൊടി വീശിയിരിക്കുകയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ. IPLന്റെ സക്സസിന് പിന്നാലെ BCCIയും ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡും ക്രിക്കറ്റ് ഓസ്ട്രേലിയയും മുൻകൈയെടുത്ത ഫുട്ബോളിലെ ചാമ്പ്യൻസ് ലീഗ് മാതൃകയിൽ 2009 ചാമ്പ്യൻസ് ലീഗ് ക്രിക്കറ്റിന് തുടക്കമിട്ടത്. 12 ടീമുകൾ മാറ്റുരച്ച പ്രഥമ പതിപ്പിൽ ഓസ്ട്രേലിയൻ ക്ലബ് ന്യൂ സൗത്ത് വെയിൽസ് ആയിരുന്നു ചാമ്പ്യന്മാർ. 2010-ലും 2014-ലും ചെന്നൈ സൂപ്പർ കിങ്സും 2011-ലും 13-ലും മുംബൈ ഇന്ത്യൻസും കിരീടം നേടിയപ്പോൾ 2012-ൽ സിഡ്നി സിക്സേഴ്സും ചാമ്പ്യന്മാരായി. എന്നാൽ കനത്ത സാമ്പത്തിക നഷ്ടം ചൂണ്ടിക്കാട്ടി 2014-ഓടെ ടൂർണമെന്റ് നിർത്തി. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞെന്നാണ്
സിംഗപ്പൂരിൽ ചേർന്ന ICCയുടെ യോഗത്തിലെ വിലയിരുത്തൽ. ക്രിക്കറ്റ് കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. അമേരിക്കയിലും കാനഡയിലും ദുബായിലുമെല്ലാം ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് ജനകീയമായി. ഈ സാഹചര്യത്തിൽ കെട്ടിലും മട്ടിലും പുതുമകളുമായി ചാമ്പ്യൻസ് ലീഗ് 2.0 അവതരിപ്പിക്കാനാണ് ആലോചന. അടുത്ത വർഷം സെപ്റ്റംബറിൽ ടൂർണമെന്റ് നടത്താനാണ് പദ്ധതി. വേൾഡ് ക്ലബ് ചാമ്പ്യൻഷിപ്പ് എന്ന പേരിൽ റീബ്രാൻഡ് ചെയ്യാനും ആലോചനയുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സ്പോർട്സ് ഡെസ്ക് 24. ഇനി ചില രാജ്യാന്തര വാർത്തകൾ ചുരുക്കത്തിൽ. ഗസയിൽ പട്ടിണി മൂലം മരണം 100 കടന്നു. 12 കുട്ടികളടക്കം 2 ദിവസത്തിനിടെ 33 പേരാണ് കൊടും പട്ടിണിയിൽ മരണത്തിന് കീഴടങ്ങിയത്. ഭക്ഷണം കാത്തു നിൽക്കുന്നവർക്ക് നേരെയുള്ള ഇസ്രായേൽ ക്രൂരതകളിൽ ജീവൻ നഷ്ടമായവരുടെ എണ്ണം 1054. ജപ്പാനുമായി വൻ വ്യാപാര കരാറിലെത്തിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാർ പ്രകാരം $55,000 കോടി നിക്ഷേപിക്കും. അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന ജപ്പാനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 15% തീരുവ ചുമത്തും. തെരഞ്ഞെടുപ്പിൽ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി നേരിട്ട തോൽവിയുടെ പേരിൽ രാജിവെക്കാനൊരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ തള്ളി ജപ്പാനീസ് പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബ. രാജിവെക്കുമെന്നുള്ള വാർത്തകൾ വ്യാജമെന്ന് ഷിഗേരു ഇഷിബ. ഓസ്ട്രേലിയയിൽ ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് നേരെ ക്രൂരമർദ്ദനം. മുഖത്തും തലയ്ക്കും ഗുരുതര പരിക്ക്. 23-കാരനായ ഛൺപ്രീത് സിംഗ് ആണ് ആക്രമണത്തിന് ഇരയായത്. ചൈനക്കാർക്ക് ഇന്ത്യയിലേക്ക് വീണ്ടും വിനോദസഞ്ചാര വിസ അനുവദിച്ചു തുടങ്ങി. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വിസ അനുവദിച്ചത്. ഇന്നു മുതൽ ചൈനീസ് പൗരന്മാർക്ക് വിസയ്ക്ക് വേണ്ടി അപേക്ഷിക്കാം. ദ്വിദിന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിട്ടനിൽ. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാറിൽ ഇന്ന് പ്രധാനമന്ത്രി ഒപ്പുവയ്ക്കും. ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന 99% സാധനങ്ങൾക്കും ബ്രിട്ടൻ തീരുവ ഒഴിവാക്കുമെന്നതാണ് കരാറിലെ പ്രധാന ധാരണ. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വിനീത വിജിയാണ് ചേരുന്നത്. വിനീത, ഗുഡ് മോർണിംഗ്. സമഗ്ര തന്ത്രപ്രധാനമായ പങ്കാളിത്തം, അതാണല്ലോ ഈ ഒരു സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം. ഒപ്പം തന്നെ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവയ്ക്കുക. ഇന്ത്യക്ക് ഏറെ നേട്ടമുണ്ടാക്കുന്ന ഒരു കരാറെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. മറ്റെന്തൊക്കെ അജണ്ടകളാണുള്ളത്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ ദ്വിദിന സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി UK-യിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നലെ ഉച്ചയോടുകൂടി അദ്ദേഹം ഇന്ത്യയിൽ നിന്നും തിരിച്ചിരുന്നു. ഇന്ന് പുലർച്ചെ അദ്ദേഹം UK-യിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടുത്തെ ഇന്ത്യൻ സമൂഹം അദ്ദേഹത്തെ ഹൃദ്യമായ സ്വീകരണം അദ്ദേഹത്തിന് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഏറ്റവും പ്രധാനമായും നടക്കുന്നത് ഇന്ത്യ UK വ്യാപാര കരാറിൽ പ്രധാനമന്ത്രി ഒപ്പുവെക്കും എന്നുള്ളത് തന്നെയാണ്. ഏതാണ്ട് 4 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഈ കരാർ യാഥാർത്ഥ്യമാവുന്നത്. കരാർ യാഥാർത്ഥ്യമാവുന്നതോടുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധാരണ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന 99% സാധനങ്ങൾക്കും അവിടെ തീരുവ ഒഴിവാക്കുമെന്നുള്ളതാണ്. ബ്രിട്ടനിൽ തീരുവ ഒഴിവാക്കുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഈ കരാറിലെ ധാരണ. ഇതോടുകൂടി ഈ തുണിത്തരങ്ങൾ, ഒപ്പം തന്നെ ഈ ജുവലറി ഐറ്റംസിന് ഉൾപ്പെടെ നമ്മൾ കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്കൊക്കെ തന്നെ തീരുവ ഉണ്ടാകില്ല. ഇത് ഏതാണ്ട് ഇന്ത്യയും UK-യും തമ്മിൽ 4 വർഷമായി ഇത്തരത്തിലേക്കുള്ളൊരു കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളൊക്കെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ആ ചർച്ചയ്ക്കാണ് ഇന്ന് യാഥാർത്ഥ്യമാവുന്നത്. പ്രധാനമന്ത്രി ഇന്ന് ആ കരാറിൽ ഒപ്പുവെക്കും. ഒപ്പം തന്നെ UK പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഒപ്പം പിന്നാലെ ചാൾസ് 3-ാമൻ രാജാവുമായും ഇന്ന് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ദ്വിദിന സന്ദർശനത്തിനായിട്ടാണ് പ്രധാനമന്ത്രി UK-യിൽ എത്തിയിരിക്കുന്നത്. UK സന്ദർശനം 2 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാലി ദ്വീപിലേക്ക് യാത്ര തിരിക്കും. മാലി പ്രസിഡന്റിന്റെ ക്ഷണപ്രകാരമാണ് മാലിയിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം. അവിടെ വെള്ളിയാഴ്ചയായിരിക്കും അദ്ദേഹം എത്തിച്ചേരുക. ശേഷം 26-ന് ശനിയാഴ്ച മാലി സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടക്കുന്നുണ്ട്. 60-ാം വാർഷികമാണ്. ആ പരിപാടിയിൽ മുഖ്യ അതിഥിയായിട്ടായിരിക്കും പ്രധാനമന്ത്രി പങ്കെടുക്കുക. വിനിത, ഒരു കാര്യം കൂടെ, ഈ സന്ദർശനത്തിൽ മറ്റൊരു പ്രധാന അജണ്ടയാണല്ലോ വിജയ് മല്യയെ തിരികെ ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്നത്. ഇക്കാര്യം ചർച്ചയാകുമോ? തീർച്ചയായും ഇത്തരത്തിലേക്കുള്ള ചർച്ചകൾ കൂടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത്. അതായത് സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ പ്രതിയായിട്ടുള്ള വ്യവസായി വിജയ് മല്യയെ തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിക്കുക, ഒപ്പം തന്നെ ഖാലിസ്ഥാൻ ഭീകരത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി ഉന്നയിച്ചേക്കുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ടുകൾ. ശരി, വിനീത വിജി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഡൽഹിയിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ വിദേശ പര്യടനം തുടരുകയാണ്. ഇനി ബിസിനസ് വാർത്തകൾ ചുരുക്കത്തിൽ. സാൻ ഫ്രാൻസിസ്കോ ആസ്ഥാനമായുള്ള സ്റ്റാർട്ടപ്പ് കമ്പനിയായ BA ഏറ്റെടുത്ത ആമസോൺ. ഏറ്റെടുക്കൽ സ്ഥിരീകരിച്ച് B കമ്പനി CEO മരിയ ഡി ലൂർദ് സോളോ. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 2 പൈസ ഇടിഞ്ഞു. ഇടിവിന് കാരണം വിദേശ ഫണ്ടുകളുടെ ഒഴുക്കും അസംസ്കൃത എണ്ണവിലയിലെ വർധനവും.
സൊമാറ്റോയുടെ മാതൃസ്ഥാപനമായ എറ്റേണലിന്റെ ഓഹരിയിൽ ഉയർച്ച രേഖപ്പെടുത്തി. 10.34% ഉയർച്ചയാണ് രേഖപ്പെടുത്തിയത്. പ്രീ ബുക്കിംഗ് ആരംഭിച്ച് വിയറ്റ്നാമീസ് ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ വിൻഫാസ്റ്റ് VF7ന്റെയും VF6ന്റെയും പ്രീ ബുക്കിംഗ് ആരംഭിച്ചു. ഓഹരിയിൽ ഉയർച്ച രേഖപ്പെടുത്തി ഓല ഇലക്ട്രിക്. ഓഹരി 7% ഉയർന്നു. പൊതുമരാമത്ത് വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ക്വാറി ഒരു സ്കൂളിനും ഒരു പ്രദേശത്തിനുമാകെ ഭീഷണിയാവുകയാണ്. കോഴിക്കോട് മാവൂരിനടുത്തുള്ള മണക്കാട് ഗവൺമെന്റ് UP സ്കൂളിന്റെ മതിലിനോട് ചേർന്നാണ് ഈ ക്വാറിയുള്ളത്. വെള്ളവും മാലിന്യവും നിറഞ്ഞ ഈ ക്വാറിയിലേക്ക് വിദ്യാർത്ഥികൾ വീഴുമോ എന്ന ആശങ്കയുണ്ട്. ക്വാറിയുള്ള ഭൂമി വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്ത് ഭീഷണി ഒഴിവാക്കണം എന്നാണ് സ്കൂൾ അധികൃതരുടെ ആവശ്യം. ഇത് ഉപയോഗശൂന്യമായ ഒരു ക്വാറിയാണ്. കഴിഞ്ഞ കുറെ കാലമായി മണക്കാട് ഗവൺമെന്റ് UP സ്കൂളിനും വിദ്യാർത്ഥികൾക്കും പ്രദേശവാസികൾക്കുമെല്ലാം ഭീഷണിയാണിത്. സ്കൂളിന്റെ മതിലിനോട് ചേർന്നാണ് ഇതിന്റെ സ്ഥാനം. വിദ്യാർത്ഥികൾ നടന്നു പോകുന്നത് ക്വാറിക്കും സ്കൂൾ മതിലിനും ഇടയിലുള്ള ഈ വീതി വളരെ കുറഞ്ഞ വഴിയിലൂടെയാണ്. ഒന്ന് കാലു പിഴച്ചാൽ നേരെ ക്വാറിയിലേക്ക് വീഴും. അതുതന്നെയാണ് രക്ഷിതാക്കൾക്കുള്ള പേടിയും. അല്ല, ഒറ്റയ്ക്ക് വരികയല്ല ചെയ്യുക. മോളെ ഇങ്ങോട്ട് ആക്കി കൊടുക്കും. വൈകുന്നേരം സ്കൂൾ വിടാനാകുമ്പോഴേക്ക് ഇവിടെ വന്നിക്കുക ചെയ്യുക. ഭയങ്കര പേടിയാണ്. വിദ്യാർത്ഥികളും ഭയന്നു തന്നെയാണ് ഇതുവഴി നടന്നു പോകുന്നത്. പേടിയുണ്ട്. പറഞ്ഞാൽ ഇവിടെ അതുണ്ടായതിന് പെട്ടെന്ന് നമ്മൾ മഴയൊക്കെ ആകുമ്പോൾ ബൈക്കിലുണ്ടാവും, അപ്പോൾ വീകുന്നുള്ള അപ്പോൾ ആരെങ്കിലും വരും. വർഷങ്ങൾക്ക് മുൻപ് ഗ്വാളിയർ റയോൺസ് ഫാക്ടറി പ്രവർത്തിച്ച സമയത്ത് റോഡ് നിർമ്മാണത്തിനായി കരിങ്കല്ലെടുത്ത ക്വാറിയാണിത്. PWDയുടെ കൈവശമാണ്. ഭീഷണി ചൂണ്ടിക്കാട്ടി പലതവണ ഈ ഭൂമി ഏറ്റെടുക്കുന്നതിനായി സ്കൂൾ അധികൃതർ വിദ്യാഭ്യാസ വകുപ്പിനെ സമീപിച്ചിട്ടുണ്ട്. ഇപ്പോഴുള്ള ഈ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ ഭീഷണികളുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ വീണ്ടും സ്കൂൾ ഓഡിറ്റ് അതിൻ്റെ ഒരു സമിതി കൂടി ക്വാറിയുടെ കാര്യം കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും നമ്മൾ NOCക്ക് വേണ്ടിയിട്ട് PWDയിൽ ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. വെള്ളവും മാലിന്യങ്ങളും നിറഞ്ഞതിനാൽ പ്രദേശവാസികൾക്ക് കൊതുക് ശല്യവുമുണ്ട്. എത്രയും പെട്ടെന്ന് ഈ സ്ഥലം ഏറ്റെടുത്ത് ക്വാറി നികത്തണമെന്നാണ് കൂട്ടായി ആവശ്യപ്പെടുന്നത്. അനൂപിനൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. അപൂർവ മസ്തിഷ്ക രോഗം ബാധിച്ച 1.5 വയസ്സുകാരൻ തുടർ ചികിത്സയ്ക്കായി സഹായം തേടുന്നു. ആലപ്പുഴ ചേപ്പാട് സ്വദേശി ഷീജയുടെ മകൻ ഋത്വിക്കാണ് കഴിഞ്ഞ 4 മാസമായി ചെന്നൈയിലെ ആശുപത്രിയിൽ കഴിയുന്നത്. സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരാൻ ഋത്വിക്കിന്റെ ചികിത്സയ്ക്കായി ഇനി 20 ലക്ഷം രൂപ കൂടി വേണം. മസ്തിഷ്കത്തിൽ വൈറസ് ബാധയുണ്ടാകുന്ന അക്യൂട്ട് നെക്രോട്ടൈസിംഗ് എൻസെഫലോപ്പതി എന്ന അപൂർവ രോഗമാണ് ഋത്വിക്കിന്റെ കളിച്ചിരികളെ കവർന്നെടുത്തത്. ഫെബ്രുവരിയിൽ സാധാരണ നിലയിൽ ഒരു പനി ബാധിച്ചിരുന്നു. എത്ര മരുന്ന് കഴിച്ചിട്ടും പനി കടുത്തതോടെ നടത്തിയ പരിശോധനയിലാണ് അപൂർവ രോഗമാണെന്ന് കണ്ടെത്തിയത്. രോഗം തലച്ചോറിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു. ചെന്നൈ പള്ളിക്കരണിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ചികിത്സ. അപകടനില തരണം ചെയ്തെങ്കിലും ശ്വാസകോശത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിലായിട്ടില്ല. ആശുപത്രിയിൽ പ്രത്യേകമായി സജ്ജീകരിച്ച മുറിയിൽ HFNC യന്ത്രത്തിന്റെ സഹായത്തോടെയാണ് ഋത്വിക്ക് കഴിയുന്നത്. 1-2 മാസത്തോളം വെന്റിലേറ്ററിലായിരുന്നു. ഒരു 8 ദിവസം കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞ് കണ്ണ് തുറന്നത്. കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കഴുത്തിന് കീപ്പൊട്ടി യാതൊരു അനക്കവും ഇല്ലായിരുന്നു. കുഞ്ഞിൻ്റെ ഞരമ്പ് സിസ്റ്റത്തെയൊക്കെ എഫക്റ്റ് ചെയ്തായിരുന്നു. ഇപ്പോൾ കുഞ്ഞിന് 2-3 മാസമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ഫലമായിട്ട് കുഞ്ഞ് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, ആളുകളെ തിരിച്ചറിയുന്നുണ്ട്, എഴുന്നേറ്റിരിക്കും, നടക്കാനൊക്കെ തുടങ്ങി. പക്ഷേ ഇപ്പോഴും ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് അതുപോലെ തന്നെ ഉണ്ട്. തുടർ ചികിത്സയ്ക്കായി ഇനിയും പണം വേണം. ഡെന്റൽ ക്ലിനിക്കിലെ സഹായിയായിരുന്ന അമ്മയ്ക്ക് ഇപ്പോൾ ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. കുടുംബത്തിന്റെ നിത്യചെലവിന് പോലും പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ തന്റെ കുഞ്ഞുമകനെ കരുണയുള്ളവരുടെ സഹായഹസ്തം ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുമെന്നാണ് ഈ അമ്മയുടെ പ്രതീക്ഷ. ചെന്നൈ. നോക്കാം ഇനി ചില അറിയിപ്പുകൾ. പത്തനംതിട്ട അയിരൂർ കഥകളി ഗ്രാമം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ. ആലപ്പുഴ കുമാരപുരം ഗവൺമെന്റ് LP സ്കൂളിൽ അറബി അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 28-ന്.
ഇടുക്കി വാഴത്തോപ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ ഡ്രൈവർ തസ്തികയിലേക്ക് ഒഴിവ്. അഭിമുഖം ഈ മാസം 25-ന് രാവിലെ 11 മണിക്ക്. എറണാകുളം ചെല്ലാനം പഞ്ചായത്തിൽ LSGD വിഭാഗം ഓഫീസിൽ ഓവർസിയറുടെ ഒഴിവ്. അഭിമുഖം നാളെ രാവിലെ 11 മണിക്ക്. മലപ്പുറം പെരുവള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ LPST UPST അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 25-ന് നടക്കും. കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ ഗവേഷക വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് സർവകലാശാല പൂഴ്ത്തിയെന്ന് കുടുംബം. ഗൈഡിന്റെ മാനസിക പീഡനത്തെ തുടർന്നാണ് റൂബി പട്ടേൽ ആത്മഹത്യ ചെയ്തതെന്ന് സഹോദരി ഡോക്ടർ ആശാറാണി പട്ടേൽ ആരോപിച്ചു. മരണത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും കുടുംബം ആരോപിച്ചു. ആദ്യം പ്രതികരണത്തിലേക്ക്. She got admission in the university. That one procedure should be followed to select the guide. That proper procedure follow-up was not there, and her guide, Dr. Taru S. Pawar, he selected my sister randomly, like you will be my student, like that. But later on, within 1 year, my sister was complaining several times to my another sister Nisha Patel, like many kind of mental harassment she was facing from her guide, like both in academic way as also in personal way. ഒരു വർഷം മുൻപാണ് ഗവേഷക വിദ്യാർത്ഥി റൂബി പട്ടേൽ ആത്മഹത്യ ചെയ്തത്. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് അരുൺ പാറക്കലാണ് ചേരുന്നത്. അരുൺ, ഗുഡ് മോർണിംഗ്. ഒരു വർഷം മുമ്പ് നടന്ന ഒരു ആത്മഹത്യ, അതിൽ നിരവധി ആരോപണങ്ങളുമായി കുടുംബം വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു. വിവരങ്ങൾ. ക്രിസ്റ്റീന, 2024 ഏപ്രിൽ 2-നാണ് ഈ വിദ്യാർത്ഥിനിയെ, ഹിന്ദി വിഭാഗം ഗവേഷക വിദ്യാർത്ഥിയായ റൂബി പട്ടേലിനെ ഹോസ്റ്റൽ മുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ഏപ്രിൽ 13-ന് സർവകലാശാല ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് വന്നിരുന്നു. പക്ഷേ ഇത് 5 തവണ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കുടുംബം മെയിൽ അയച്ചു. ആ മെയിലിലൊന്നും തന്നെ സർവകലാശാല യാതൊരു വിധത്തിലുള്ള പ്രതികരണവും നടത്തുന്നില്ല എന്നാണ് ഇപ്പോൾ കുടുംബത്തിന്റെ ആരോപണം. റൂബി പട്ടേൽ സഹോദരി ആശാറാണി പട്ടേലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. റൂബിയുടെ ഗൈഡിന്റെ മാനസിക പീഡനമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. ആ സംശയം ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ ഒരു നടപടിയെടുക്കാനോ ഈ കുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കാനോ സർവകലാശാല തയ്യാറാവുന്നില്ല എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. വിദ്യാർത്ഥിയെ പ്രചോദിപ്പിക്കുന്നതിന് പകരം വ്യക്തിപരമായി ആക്രമിക്കുന്ന രീതിയായിരുന്നു ഗൈഡിന്റേത്. ആ ആത്മഹത്യ ചെയ്യുന്ന ദിവസം അന്ന് വൈകിട്ടും ഈ ഗൈഡിന്റെ മുറിയിൽ നിന്ന് ഈ പെൺകുട്ടി കരഞ്ഞിറങ്ങി വരുന്നത് സഹപാഠികൾ കണ്ടതാണ്. അക്കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന് മൊഴി കൊടുത്തതാണ്. പക്ഷേ അന്വേഷണം എന്തുകൊണ്ടോ മുന്നോട്ട് പോകുന്നില്ല എന്നാണ് പറയുന്നത്. ഈ റൂബിയുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഉൾപ്പെടെ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫോറൻസിക് ഫലം പോലും 1 വർഷമായിട്ടും പുറത്തു വരുന്നില്ല എന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. എന്തായാലും നിയമ നടപടിയുമായി ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്നാണ് കുടുംബം പറയുന്നത്. ജില്ലാ പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന, റീജിത്ത്. ശരി, ആരോപണ വിധേയനായ ഗൈഡിനെ സംരക്ഷിക്കാൻ ശ്രമം നടക്കുന്നു എന്ന വിമർശനമാണ് കുടുംബം ഉയർത്തുന്നത്. തുടർന്ന് നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. കർക്കിടകവാവിൽ പിതൃമോക്ഷം തേടി ആയിരങ്ങൾ ബലിതർപ്പണം നടത്തുകയാണ്. തിരുനാവായയിൽ നിന്ന് വിപിൻ സി വിജയനാണ് ചേരുന്നത്. വിപിൻ, ഗുഡ് മോർണിംഗ്. തിരുനാവായ നിരവധി പേരെത്തിച്ചേരുന്ന സ്ഥലമാണ്. പുലർച്ചെ മുതൽ ചടങ്ങുകൾ ആരംഭിച്ചുവെന്ന് അറിയുന്നു. വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, റീജിത്ത്. തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിലും വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. പിതൃമോക്ഷം തേടി നിരവധി പേരാണ് ബലിതർപ്പണത്തിനായി എത്തിയിരിക്കുന്നത്. പുലർച്ചെ 2:30 തന്നെ ചടങ്ങുകൾ ക്ഷേത്രത്തിൽ ആരംഭിച്ചു. നമുക്കറിയുന്നത് പോലെ തന്നെ നിള തീരത്തുള്ള ഈ ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഈ പടവുകളിൽ ഇരുന്നാണ് ആളുകൾ ഈ ബലിതർപ്പണങ്ങൾ ചെയ്യുക. അതിന് കാർമ്മികത്വം വഹിക്കാൻ 16 കർമ്മികളുടെ നേതൃത്വത്തിലാണ് ഈ ചടങ്ങുകൾ നടത്തുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതൊക്കെ പോലെ തന്നെ കർമ്മികൾ അത് പറഞ്ഞു കൊടുക്കുന്നു. ഒപ്പം തന്നെ ആളുകൾ അതിനനുസരിച്ച്, വിശ്വാസികൾ അതിനനുസരിച്ച് കർമ്മം ചെയ്യുന്നു. ഇങ്ങനെയാണ് 2:30 ആരംഭിച്ച ചടങ്ങിൽ ഇതിനോടകം തന്നെ നിരവധി ആളുകൾ, 10,000-കണക്കിന് ആളുകൾ ഇതിനോടകം തന്നെ ബലിതർപ്പണം നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. നീണ്ട ഒരു ക്യൂ ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു ത്രിമൂർത്തി സംഗമ സ്ഥാനം എന്നറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നവാമുകുന്ദ ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ഒരു കേരളത്തിലെ ഒരു ഏകദേശം ഒരു എറണാകുളത്തിനപ്പുറത്ത് നിന്നൊക്കെ ഇഷ്ടം പോലെ ആളുകൾ
ആളുകളാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഒപ്പം തന്നെ കേരളത്തിന് മാത്രമല്ല പുറത്തു നിന്നുള്ള ആളുകളും ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ വലിയ തോതിൽ മഴയുള്ളത് കൊണ്ട് തന്നെ ഈ പടവുകളിലേക്കൊക്കെ തന്നെ നിള നദി കയറി വരികയും അതുകൊണ്ട് എത്രത്തോളം ആളുകൾക്ക് ഇരുന്ന് ഒരേ സമയം തന്നെ ബലിതർപ്പണം നടത്താൻ കഴിയും എന്നുള്ള ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലത്തോടു കൂടി വെള്ളം കുറച്ച് ഇറങ്ങിയതുകൊണ്ട് തന്നെ കൂടുതൽ പടവുകളിലിരുന്ന ആളുകൾക്ക് ഈ കർമ്മം ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. പക്ഷേ ഇപ്പോഴും കനത്ത മഴ പെയ്ത് തുടങ്ങിയിരിക്കുന്നു. രാവിലെയൊക്കെ മഴയൊക്കെ ഒന്ന് വിട്ടു നിൽക്കുന്ന ഒരു കാലാവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനൊരു മാറ്റം വന്നിരിക്കുകയാണ്. ഒരു വിശ്വാസികൾക്കൊക്കെ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സന്നദ്ധ പ്രവർത്തകരുണ്ട്, പോലീസ്, ഒപ്പം തന്നെ ഫയർഫോഴ്സ്, അതിൻ്റെയൊക്കെ യൂണിറ്റുകൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ നദിയിലേക്ക് ഇറങ്ങാതിരിക്കാൻ പതിവ് പോലെ തന്നെ ഒരു ഗ്രില്ലിട്ട് ഇവിടെ നിർത്തിയിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ആളുകൾക്ക് പോയി അത് മുങ്ങിക്കുളിക്കാനുള്ളൊരു സൗകര്യം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ആണ് ഈ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള എല്ലാ പ്രവർത്തനത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. നിരവധി പേർ ഇപ്പോഴും ക്യൂവിൽ തുടരുന്നു എന്നുള്ളതാണ് തിരുനാവായിൽ നിന്നുള്ള കാഴ്ച. ക്രിസ്റ്റീന. വിപിൻ സി വിജയനാണ് തിരുനാവായിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. റിനു ശ്രീധർ കൂടി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. റിനു, തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ്? തിരുവല്ലത്ത് നിന്ന് റിനു ശ്രീധർ കൂടി ചേരുകയാണ്. റിനു, തിരുവല്ലത്ത് ഏത് തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്? വിവരങ്ങൾ. കൃഷ്ണ, ഞാനുള്ളത് ബലിതർപ്പണത്തിന് വേണ്ടി എല്ലാ കൊല്ലവും ആയിരങ്ങൾ എത്തുന്ന പരശുരാമ ക്ഷേത്രത്തിലാണ്. തിരുവല്ലത്താണ് ഈ ക്ഷേത്രം. തിരുവനന്തപുരത്ത് പ്രധാനമായും പിതൃതർപ്പണത്തിന് വേണ്ടി ശംഖുമുഖം, അതുപോലെ തന്നെ വർക്കല പാപനാശം, അതുപോലെ ഈ പരശുരാമ ക്ഷേത്രം, ഈ മൂന്നിടങ്ങളിലാണ് സാധാരണഗതിയിൽ വലിയ രീതിയിൽ ആളുകൾ എത്തുന്നത് ബലിതർപ്പണത്തിന് വേണ്ടി. ഇതിൽ ശംഖുമുഖത്ത് ഇത്തവണ ഈ തിരമാലകളുടെയൊക്കെ തന്നെ ഭീഷണിയുള്ളതുകൊണ്ട്, കടലേറ്റത്തിൻ്റെ ഭീഷണി ഉള്ളതുകൊണ്ട് ഇത്തരത്തിൽ പിതൃതർപ്പണത്തിന് വേണ്ടി അല്ലെങ്കിൽ ബലിതർപ്പണത്തിന് വേണ്ടി ചടങ്ങുകളില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വർക്കല പാവനാശത്ത് വലിയ തിരക്ക്. രാത്രി 12 മണിക്ക് ശേഷം ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു എന്നുള്ളതാണ്. ഈ തിരുവനന്തപുരത്ത് ഈ രണ്ടിടങ്ങളിലാണ് ഇപ്പോൾ പ്രധാനമായും, മറ്റ് ചെറിയ ക്ഷേത്രങ്ങളിലും കടവുകളിലും ഒക്കെ തന്നെ പിതൃതർപ്പണം നടക്കുന്നുണ്ട് എന്നുള്ളതും ഏറെ പറയേണ്ടതാണ്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനം, വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇതിനുവേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഈ പരശുരാമ ക്ഷേത്രത്തിൽ ഇപ്പോൾ തന്നെ ഒരേ സമയം 3500-ലധികം പേർക്ക് ഒരുമിച്ചിരുന്ന് ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം. കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടിയും ജില്ലാ കളക്ടറും അതുപോലെ തന്നെ മേയർ അടക്കം ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. രാവിലെ എത്തി ടോക്കൺ എടുത്ത് ക്യൂവായി നിന്നാണ് ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾക്ക് വേണ്ടി എത്തേണ്ടത്. 9 കൗണ്ടറുകളാണ് അല്ലെങ്കിൽ 9 ഇടങ്ങളാണ് ഇതിനുവേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നത്. ബലിതർപ്പണത്തിന് വേണ്ടി 3500-ലധികം പോലീസുകാരെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം തേടി ആയിരങ്ങൾ പിതൃതർപ്പണ ചടങ്ങുകൾ നടത്തുകയാണ്. സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ, സ്നാനഘട്ടങ്ങളിലൊക്കെ, ആലുവയിലും അതുപോലെ വർക്കല പാപനാശത്തും തിരുനെല്ലിയിലുമൊക്കെ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ റിപ്പോർട്ടോടുകൂടി മോർണിംഗ് ന്യൂസിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.